കേരള സർവകലാശാലയിൽ വി.സി. മോഹനൻ കുന്നുമ്മലിനെതിരെ എസ്.എഫ്.ഐ പ്രവർത്തകർ ബാനർ ഉയർത്തി. വി.സിയെ മോഹൻ ഭാഗവതിനോട് ഉപമിച്ചായിരുന്നു പോസ്റ്റർ. കേരള സർവകലാശാലയിൽ എസ്.എഫ്.ഐ പ്രവർത്തകരുടെ പ്രതിഷേധം നടക്കുന്നു. സ്റ്റെഫിൻ വിവരങ്ങളുമായി ചേർന്നു. സ്റ്റെഫിൻ, ഇപ്പോഴും പ്രതിഷേധം നടക്കുകയാണ്. ഇത് എന്ത് കാരണത്താലാണ് ഇത്തരത്തിൽ വി.സിക്കെതിരെ പ്രതിഷേധിക്കുന്നത്? മൂത്തി, ഏതാണ്ട് കുറെ നാളുകളായി എസ്.എഫ്.ഐയും അതോടൊപ്പം തന്നെ വി.സിയുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെ തുടർന്നു വരികയായിരുന്നു. ഏതാണ്ട് രണ്ടാഴ്ചയായി എസ്.എഫ്.ഐയുടെ നേതൃത്വത്തിൽ യൂണിവേഴ്സിറ്റിയുടെ പ്രധാന കവാടത്തിന് മുന്നിൽ, പ്രധാന സ്ഥലത്ത്, യൂണിവേഴ്സിറ്റി അകത്ത് അനിശ്ചിതകാല സമരം അവർ പന്തൽ കെട്ടി സമരം ഇരിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസം കേരള യൂണിവേഴ്സിറ്റി രജിസ്ട്രാറുടെ ഭാഗത്തു നിന്നും ഈ സമരപ്പന്തൽ ഒഴിപ്പിക്കണമെന്നൊരു ആവശ്യം കത്ത് മുഖേന പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് പോലീസ് ഇവിടെ എത്തി സമരക്കാരോട് പിരിഞ്ഞു പോകണമെന്ന് ആവശ്യപ്പെട്ടത്. തുടർന്ന് വലിയൊരു പ്രതിഷേധത്തിലേക്ക് നീങ്ങുകയായിരുന്നു. ഇപ്പോഴും ഇവിടെ സ്ഥിതി ശാന്തമായിട്ടില്ല. കാരണം വനിതാ പ്രവർത്തകർ അടക്കം ഇപ്പോൾ ഈ പ്രധാന കവാടത്തിന് മുന്നിൽ കുത്തിയിരിക്കുന്ന, അവരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന കാഴ്ചകളൊക്കെയാണ് നമുക്ക് ഇപ്പോഴും ഇവിടെ കാണാൻ കഴിയുന്നത്. പ്രത്യേകിച്ചും ഇന്ന് ഈ പ്രശ്നം ഉണ്ടാകാനുള്ള ഒരു കാരണം, ഇന്ന് ഈ കേരള യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറായിട്ടുള്ള മോഹൻ കുന്നുമ്മലിന്റെ ഒരു ചിത്രം, അതോടൊപ്പം തന്നെ ഒരു ബാനർ ഈ പ്രധാന കവാടത്തിൽ ഈ യൂണിവേഴ്സിറ്റിയിലേക്ക് കടന്നു പോകുന്ന ആ ഭാഗത്ത് അവർ ഒട്ടിച്ചു വെച്ചിരുന്നു. അതിൽ പ്രധാനമായും മോഹൻ ഭാഗവതിന്റെ ചിത്രവുമായി ഉപമിച്ചു, അല്ലെങ്കിൽ ആ ചിത്രം ഫോട്ടോഷോപ്പ് നടത്തിക്കൊണ്ടായിരുന്നു ആ മോഹൻ കുന്നുമ്മലിന്റെ മുഖം അവിടെ പതിച്ചത്. അത് വലിയ തോതിലുള്ള ഒരു പ്രതിഷേധത്തിന് ഇടയായിരുന്നു. കഴിഞ്ഞ ദിവസം രജിസ്ട്രാർ തലത്തിൽ കത്തും പോലീസിന് നൽകിയിരുന്നു. അതിനെ തുടർന്നാണ് ഈ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. എസ്.എഫ്.ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആയുള്ള പി.എം. മാർഷോ ഉൾപ്പെടെയുള്ള ആളുകളെ ഇപ്പോൾ ഇവിടെ അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. പക്ഷേ സ്ഥിതിഗതികൾ ശാന്തമാക്കുന്നതിന് വേണ്ടി ഇപ്പോഴും പോലീസിന് കഴിഞ്ഞിട്ടില്ല. കാരണം കൂടുതൽ എസ്.എഫ്.ഐ പ്രവർത്തകർ മറ്റ് യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നും സമീപത്തുള്ള കോളേജിൽ നിന്നും ഒക്കെ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. അവരെല്ലാം തന്നെ പുറത്താക്കിക്കൊണ്ട് പ്രധാന കവാടം ഇപ്പോൾ പോലീസ് അടച്ചിരിക്കുകയാണ്. യൂണിവേഴ്സിറ്റിക്ക് മുന്നിൽ അനിശ്ചിതകാല സമരം നടത്തിയിരുന്ന ആ സമരപ്പന്തൽ പൊളിച്ച് നീക്കണമെന്നുള്ളതായിരുന്നു ആവശ്യം. അവിടെ ഉണ്ടായിരുന്ന കസേരകളൊക്കെ തന്നെ എടുത്തു മാറ്റിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ പ്രവർത്തകരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പുറത്തുനിന്ന് യൂണിവേഴ്സിറ്റിക്ക് അകത്തേക്ക് എത്തിയ എസ്.എഫ്.ഐ പ്രവർത്തകരെ എല്ലാം ഇപ്പോൾ പ്രധാന കവാടത്തിന് പുറത്താക്കി. അകത്തുണ്ടായിരുന്ന കുറച്ച് വനിതാ പ്രവർത്തകർ, അതോടൊപ്പം തന്നെ മറ്റ് ഏതാനും എസ്.എഫ്.ഐയുടെ പ്രവർത്തകർ, അവരെയൊക്കെ ഇപ്പോൾ പോലീസ് വാഹനം എത്തിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന കാഴ്ചകളാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിഞ്ഞത്. ഏതായാലും പന്തൽ പൊളിച്ച് സമരം അവസാനിപ്പിക്കാനില്ല എന്നുള്ളത് എസ്.എഫ്.ഐ ഉറച്ചു പറയുന്നു. അതുകൊണ്ട് തന്നെ ഒരു വലിയ സംഘർഷ ഭൂമിയായിരുന്നു യൂണിവേഴ്സിറ്റി എന്ന് പറയേണ്ടി വരും. കാരണം ഈ സമീപകാലത്തൊന്നും തന്നെ ഇത്തരത്തിലൊരു പ്രതിഷേധം നമ്മൾ ഈ യൂണിവേഴ്സിറ്റിക്ക് മുന്നിൽ കണ്ടിട്ടില്ല. അത്തരത്തിൽ വലിയ ഒരു പ്രതിഷേധമാണ് എസ്.എഫ്.ഐയുടെ ഭാഗത്തു നിന്നും ഉയർന്നത്. ഇവിടെ നിന്നും ആദ്യമേ സംസ്ഥാന സെക്രട്ടറി അടക്കം ഉള്ളവരെ പോലീസ് വാഹനത്തിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ മറ്റു പ്രവർത്തകർ ആ വാഹനം പ്രധാന കവാടത്തിൽ തടയുന്ന ഒരു സ്ഥിതിയും ഉണ്ടായി. ഏതായാലും സ്ഥിതിഗതികൾ ശാന്തമായിട്ടില്ല. ഈ മോഹൻ കുന്നുമ്മലിന് എതിരെ പതിച്ച പോസ്റ്ററുകളൊക്കെ തന്നെ പോലീസ് നീക്കം ചെയ്തിട്ടുണ്ട്. പക്ഷെ അവരുടെ പ്രധാനപ്പെട്ട പന്തൽ, അനിശ്ചിതകാല സമരം എന്ന് രേഖപ്പെടുത്തി അവർ സ്ഥിരമായി ഇരിക്കുന്ന സമരപ്പന്തൽ പൊളിച്ചു നീക്കണമെന്നൊരു ആവശ്യമായിരുന്നു യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തു നിന്നും രജിസ്ട്രാറുടെ ഭാഗത്തു നിന്നും കത്ത് മുഖേന പോലീസിനെ അറിയിച്ചത്. ആ പന്തൽ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. കൂടുതൽ പ്രവർത്തകർ ഒരുപക്ഷെ ഇങ്ങോട്ടേക്ക് എത്തി വീണ്ടും സമരം തുടങ്ങാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ കൂടുതൽ കൈവിട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഏതായാലും സ്ഥിതിഗതികൾ ശാന്തമാകുന്നുണ്ട്. കാരണം ഇപ്പോൾ യൂണിവേഴ്സിറ്റിക്ക് അകത്ത് ഉള്ള പ്രവർത്തകരെല്ലാം തന്നെ അറസ്റ്റ് ചെയ്ത് മാറ്റുന്നതിന് വേണ്ടി പോലീസിന് കഴിഞ്ഞിട്ടുണ്ട്. അല്പം മുമ്പ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ നമ്മോട് സംസാരിച്ചിരുന്നു. അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തു നിന്നും ഒരു ക്രമസമാധാന പ്രശ്നം ഇവിടെ നടക്കുന്നു. അതുകൊണ്ട് തന്നെ യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തു നിന്നും ഒരു അറിയിപ്പ്, ഒരു കത്ത് ലഭിച്ചിരുന്നു. ഈ സമരം ഒരു ക്രമസമാധാന പ്രശ്നത്തിലേക്ക് പോകും, അതുകൊണ്ട് തന്നെ സമരപ്പന്തൽ പൊളിച്ചു നീക്കുന്നതിന് വേണ്ടി ഉള്ള കാര്യങ്ങൾ പോലീസ് ചെയ്യണമെന്ന രജിസ്ട്രാർ കത്ത് അയച്ചിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് പോലീസ് ഇവിടെ എത്തുകയും എസ്.എഫ്.ഐക്കാരോട് പിരിഞ്ഞു പോവുകയും ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടത്. അതിന്റെ ഭാഗമായിട്ടാണ് വലിയ തോതിലുള്ള പ്രതിഷേധവും ഇവിടെ അരങ്ങേറിയത്. മോത്തി. ശരി സ്റ്റെഫിൻ, കേരള സർവകലാശാല ആസ്ഥാനത്താണ് എസ്.എഫ്.ഐയുടെ പ്രതിഷേധം. വി.സി. മോഹൻ കുന്നുമ്മലിനെതിരെ ബാനർ ഉയർത്തിക്കൊണ്ടാണ് പ്രതിഷേധം. ഇപ്പോൾ കൂടുതൽ എസ്.എഫ്.ഐ പ്രവർത്തകർ അങ്ങോട്ടേക്ക് എത്തുന്നു എന്നാണ് സ്റ്റെഫിൻ നൽകുന്ന വിവരം.